ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇതിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, ഇതിൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയിലെന്ന് വെച്ചാൽ ഞാൻ ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അത് വാങ്ങാൻ പോകുന്നതും അതിന് ആവശ്യമായിട്ടുള്ള പൈസയും ഏത് മെത്തേഡിലൂടെയാണ് അത് വാങ്ങിയതെന്നുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓപ്ഷൻ ആൻഡ് ട്രേഡിങ്ങിലൂടെയാണ് അത് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്ന്. അതിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലെ ഓപ്ഷൻ ട്രേഡിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു നോളജ് ഇല്ലാതെ ഇതിനകത്തോട്ട് കയറി ചെല്ലരുത്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് പ്രോഫിറ്റും ഉണ്ടാവും, ലോസും ഉണ്ടാവും. അതിൽ ലോസ് നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് കയറരുത്. കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ നമുക്കെൻ്റെ ട്രേഡിങ്ങിലോട്ട് പോകാം. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നവംബർ 3 തിങ്കളാഴ്ചത്തെ എൻ്റെ ട്രേഡിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഏഞ്ചൽ റൺ എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇത് എൻ്റെ അക്കൗണ്ട് അല്ല, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടാണ്. ഇതിലൂടെയാണ് ഞാനും ട്രേഡ് എടുക്കുന്നത്. ഈ കാണുന്നത് ഓപ്ഷൻ ചെയിനാണ്. ഇതിൽ ലെഫ്റ്റിൽ കാണുന്നത് കോൾ ഓപ്ഷനും റൈറ്റിൽ കാണുന്ന പുട്ട് ഓപ്ഷനുമാണ്. ഇന്നത്തെ എൻ്റെ മാർക്കറ്റ് വ്യൂ അനുസരിച്ച് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ടാണ്. അപ്പോൾ ഞാൻ 25,800 ഒരു പുട്ട് ഓപ്ഷനാണ് എടുത്തത്. അതിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് 112-13 റേഞ്ചിലാണ്. നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് എടുത്തതുകൊണ്ട് അതിൻ്റെ ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 75 ക്വാണ്ടിറ്റിയാണ്. അതിലിപ്പോൾ ഞാൻ ഒരു ലോട്ടാണ് എടുത്തേക്കുന്നത്. ആ ഒരു ലോട്ട് എടുക്കാൻ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് എത്ര രൂപ വേണം എന്നുള്ളതാണ് ആ താഴെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന താഴെയുള്ള എമൗണ്ട് എൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന റോബോ ഓർഡറിലാണ്. അതാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസും കാണും, ടാർഗറ്റ് പ്രൈസും കാണും. അതാകുമ്പോൾ നമുക്ക് നമ്മുടെ ലോസ് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ കൊടുക്കുന്ന സ്റ്റോപ്പ് ലോസ് 10 പോയിൻറ്റ് കുറച്ചിട്ടാണ്. ഇപ്പം ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞാൽ 100.05 അടുത്തതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 20 പോയിൻറ്റ് കൂട്ടി 130.5 ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഞാൻ വാങ്ങുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 110.05. അപ്പോൾ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം എല്ലാം. അത് കഴിഞ്ഞ് നമുക്ക് കൺഫേം കൊടുക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണോ നമ്മുടെ പ്രൈസ് 110.05 എത്തുന്നത് അപ്പോൾ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ട് ആവും. അപ്പോൾ അത് പൊയ്ക്കൊണ്ടിരിക്കുന്ന 112-13 ആ ഒരു റേഞ്ചിലാണ്. ഇതുവരെ നമ്മുടെ പ്രൈസിലോട്ട് എത്തിയിട്ടില്ല. അപ്പോഴത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു റെഗുലർ ഇൻകം സോഴ്സായിട്ട് ആരും കരുതരുത്. കാരണം നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നൊരിത് വെച്ച് കയറരുത്. കാരണം അവിടെ നമുക്ക് ലോസ് ഉണ്ടാവാം. ആ ലോസ് നമ്മൾ എത്രത്തോളം ലിമിറ്റ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പിന്നെ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ എന്നും ചെയ്യാറില്ല. ഇപ്പം നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കി ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലോട്ട് ഇടത്തുള്ളൂ. കാരണം ആ ഒരു എമൗണ്ട് വെച്ച് നമ്മൾ കളിക്കരുത്. നമ്മുടെ ബാക്കി സേവിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ട്രേഡിങ് ചെയ്യാവൂ. ഇതുവരെ നമ്മുടെ ഓർഡർ എക്സിക്യൂട്ടഡ് ആയിട്ടില്ല. പിന്നെ ഈ ട്രേഡിൽ ഞാൻ റോബോ ഓർഡർ വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് ലോസ് വരികയാണെങ്കിൽ 750, പ്രോഫിറ്റ് ആണെങ്കിൽ 1500 രൂപയായിരിക്കും. ഇപ്പോൾ 10-14 നമ്മുടെ പ്രൈസിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. എക്സിക്യൂട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊസിഷനിൽ പോയി നോക്കാം. അവിടെ നമ്മുടെ പ്രോഫിറ്റും ലോസും കാണിക്കുന്നത്. ഇപ്പോൾ നമ്മളെടുത്ത ട്രേഡ് പ്രോഫിറ്റിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 246 റേഞ്ചൊക്കെ ആയി. ഇപ്പോൾ എൻ്റെ ടാർഗറ്റ് പ്രൈസ് 1500 ആണെങ്കിലും 1000 ഒക്കെ എത്തുവാണെങ്കിൽ ഞാൻ ആ ഓർഡർ അങ്ങ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 500-600 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് 1000-നടുത്ത് എത്താറായിട്ടുണ്ട്. 1000 എത്തി. എന്നിട്ടും ഇപ്പോൾ നമുക്ക് 1000 എത്തുമ്പോൾ നമുക്ക് ഓർഡർ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് 1000 രൂപ. അപ്പോൾ ഈ ഒരു പൈസ വെച്ചിട്ട് നമുക്ക് ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് ക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ 1000 രൂപ ഞാൻ ചിലവാക്കിയിട്ടില്ല. അതിൽ 500 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ബൈ ഓൾ.